നമുക്ക് രോഗം വരാതിരിക്കണമെങ്കിൽ നാം എന്ത് ചെയ്യണം? കാലത്ത് എഴുന്നേൽക്കുമ്പോഴേ നമുക്ക് ആരോഗ്യം തന്ന ദൈവത്തിന് നന്ദി പറയണം. എത്രയോ ആളുകൾ നടക്കാൻ പറ്റാതെയും ഒന്ന് തിരിഞ്ഞു മറിഞ്ഞും കിടക്കാൻ പറ്റാതെയും ഇരിക്കുമ്പോൾ നമുക്ക് പരസഹായം കൂടാതെ നടക്കാനും പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാനുമുള്ള ആരോഗ്യം തന്ന ദൈവത്തിന് നന്ദി പറയണം. അതുപോലെ രോഗികൾക്ക് വേണ്ടി കൂടെ നാം പ്രാർത്ഥിക്കണം. ആംബുലൻസ് പോകുന്നത് കാണുമ്പോൾ അതിൽ കിടക്കുന്ന രോഗിക്ക് വേണ്ടിയും നാം പ്രാർത്ഥിക്കണം. എന്ത് ഭക്ഷണം കഴിക്കുമ്പോഴും പിറുപിറുപ്പ് കൂടാതെ ആ ഭക്ഷണം തന്ന ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് കഴിക്കണം. നാം ഭക്ഷണത്തിന് വേണ്ടി ജീവിക്കാതെ ജീവിക്കാൻ വേണ്ടി ഭക്ഷണം കഴിക്കുക. കർത്താവ് നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത് നന്ദിയുള്ള ഹൃദയമാണ്. നന്ദിയുള്ള ഹൃദയത്തെ കർത്താവ് ഒരിക്കലും കൈവിടുകയില്ല. കർത്താവിൻ്റെ കൽപ്പനകൾ പാലിച്ചു നടക്കുന്ന ഒരാൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ആദ്യം അവൻ കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിക്കണം. അതിനുശേഷം അവൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതിനുശേഷം മാത്രമേ നമ്മുടെ ആവശ്യങ്ങൾ പറയേണ്ടതുള്ളൂ. പ്രാർത്ഥിക്കുമ്പോൾ ഒരു കപടഭക്തിയുടെയും ആവശ്യമില്ല. ഒരു മകൻ തൻ്റെ അപ്പനോട് എന്തും ചോദിക്കുന്നത് പോലെ നമുക്ക് നമ്മുടെ സ്വർഗത്തിലെ അപ്പച്ചനോട് എന്തും തുറന്ന് സംസാരിക്കാം. ദൈവനാമം മഹത്വപ്പെടട്ടെ.